ഹായ്, വെൽക്കം ടു വെൽമെൻറ്റ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ നാച്ചുറലായിട്ട് വരുന്ന ലഹരിയുടെ പല ഫോർമേഷനുകളുമാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്തത്. അറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വാർത്തകൾ കാണുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ടെൻഷനാണ്, വലിയൊരു ബോംബാണ് നമ്മുടെ വീടുകളിലുള്ള ഓരോ കൗമാരക്കാരും എന്ന പ്രതീതിയിൽ ഞങ്ങളെ പല രക്ഷിതാക്കളും ഞങ്ങളെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ പേടിയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളുടെ റിയാക്ഷൻ എങ്ങനെയാണ്, അവരൊക്കെ ഈ ലഹരിയുടെ കണിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ അവർക്ക് വലിയ ആശങ്കയാണ്. നമുക്കതൊക്കെ പരിഹരിക്കാം. നമ്മൾ എല്ലാ കാര്യത്തിലും തൊലിപ്പുറത്തുള്ള ട്രീറ്റ്മെൻറ്റിനേക്കാളേറെ നമ്മൾ ഇതിൻ്റെ കോർ പോയിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കി ആ കോർ പോയിൻറ്റിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ മാത്രം എടുത്താൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്തിരുന്നത് നാച്ചുറലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകളുടെ ചില ഫോർമേഷൻസ് ആണ്. ഈ സെഷനിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ അല്ലെങ്കിൽ സിന്തറ്റിക് മയക്കുമരുന്നുകളെ കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, കഞ്ചാവ്, ഹഷീഷ്, അത്തരം രീതിയിലുള്ള പല പേരുകളും നമ്മൾ നേരത്തെ പത്രങ്ങളിലൊക്കെ കേൾക്കാറുള്ളതാണ്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള മയക്കുമരുന്നുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണോ ആ കഞ്ചാവ് ചെടിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ആ പദാർത്ഥത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള അളവ്, അത്രയും ലഹരി മാത്രമാണ് നമുക്കതിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇന്ന് ഈ നാച്ചുറലായിട്ടുള്ള മയക്കുമരുന്നുകൾ കുട്ടികൾ, പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളും യങ്സ്റ്റേഴ്സൊന്നും കൂടുതലായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. മറിച്ച് കൂടുതലായിട്ട് സിന്തറ്റിക് ലെവലിലുള്ള മയക്കുമരുന്നുകളാണ്, കെമിക്കൽ മയക്കുമരുന്നുകളാണ് കൂടുതലായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. നമുക്കൊക്കെ പല അസുഖങ്ങളും വരാറുണ്ട്. പനി വരാറുണ്ട്, ജലദോഷം വരാറുണ്ട്, പല അസുഖങ്ങളും വരാറുണ്ട്. നമ്മളത് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അവർ നമുക്ക് ടാബ്ലറ്റ്സ് തരാറുണ്ട്, ഡ്രഗ്സ് തരാറുണ്ട്. ഈ ടാബ്ലറ്റ്സും ഡ്രഗ്സൊക്കെ കെമിക്കലി ഫോം ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. പല തരത്തിലുള്ള പദാർത്ഥങ്ങൾ മിക്സ് ചെയ്തിട്ട്, കെമിക്കലി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടാബ്ലറ്റ്സും ഡ്രഗ്സൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഡ്രഗ്സുകൾ ഫോം ചെയ്യുന്നത് തന്നെ. ഇതുപോലെ കെമിക്കലി ഫോം ചെയ്ത ഡ്രഗ്സുകളാണ് ഇന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സിനിടയിലും ക്യാമ്പസുകൾക്കിടയിലും ഏറ്റവും പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. എന്തൊക്കെയാണ് ഈ കെമിക്കൽ ഡ്രഗ്സിൻ്റെ വകഭേദങ്ങൾ? ഇതൊക്കെ കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ്? ഇതുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കെമിക്കൽ ഡ്രഗ്സിനെ എന്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? പകരം നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് നമുക്ക് ഇതിനൊക്കെ എടുക്കാൻ പറ്റും? ഇതൊക്കെ നമുക്ക് ഇന്നത്തെ സെഷനിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ചെറുപ്പക്കാർക്കിടയിലും ന്യൂ ജനറേഷനിടയിലും നാച്ചുറൽ ഡ്രഗ്സിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കെമിക്കൽ ഡ്രഗ്സിനാണ്. ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം അതിൻ്റെ പ്രോസസ്സിംഗ് ആണ്. കാരണം നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ള ഹഷീഷ്, കഞ്ചാവ്, ഹെറോയിൻ, ഒപ്പിയം തുടങ്ങിയിട്ടുള്ള ഒരുപാട് നാച്ചുറൽ ഡ്രഗ്സ് ഉണ്ട്. ഈ നാച്ചുറൽ ഡ്രഗ്സ് നമുക്ക് സ്വാഭാവികമായിട്ടും ഇതൊക്കെ പലതരത്തിലുള്ള ചെടികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇത്തരം ചെടികൾ അതിനെ നടണം, അതിനെ പരിപാലിക്കണം, അതിനെ ഹാർവെസ്റ്റ് ചെയ്യണം, അതിനെ ഇത്തരം പല ഡ്രഗ്സ് ആക്കിയിട്ട് ഫോം ചെയ്യണം. ഇതൊക്കെ കുറച്ചുകൂടി ലെങ്തി പ്രോസസ്സാണ്. അതേസമയം സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കെമിക്കൽ ഫോർമേഷനിലൂടെ ഈസി ആയിട്ട് നമുക്ക് ലാബിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രിയിലുള്ളവർ, ഇത്തരം മാഫിയ സംഘങ്ങൾ കൂടുതലായിട്ട് ഈ ഡ്രഗ്സിനെ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സിനെ യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, നാച്ചുറലായി ലഭിക്കുന്ന പല മയക്കുമരുന്നുകളെക്കാൾ കൂടിയ അളവിലുള്ള ഡോസേജ് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഇത്തരം കെമിക്കലി ഫോം ചെയ്തെടുക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്നുള്ളത് ഈ മേഖലയിൽ പിടിമുറക്കിയ കഴുകന്മാർക്ക് അല്ലെങ്കിൽ മാഫിയ സംഘങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച റിസൾട്ട് കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കാനുള്ള തന്ത്രങ്ങളായിട്ട് അല്ലെങ്കിൽ അവസരങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതും ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് അതിൻ്റെ ഉൽപ്പാദനവും വിതരണവും ശക്തിപ്പെടുത്തുന്നതിലേക്ക് ഇത്തരം മാഫിയ സംഘങ്ങളെ നയിക്കാനുള്ള മറ്റൊരു കാരണം കൂടിയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ കെമിക്കൽ ഡ്രഗ്സ് പ്രധാനമായിട്ട് 4 വിഭാഗങ്ങളായിട്ടാണ് കണ്ടുവരുന്നത്. അതിലൊന്നാമത്തതാണ് സിന്തറ്റിക് കാനബിനോയിഡ്സ്. എന്താണ് സിന്തറ്റിക് കാനബിനോയിഡ്സ്? അതായത് കഞ്ചാവിലുള്ള കാനബിൻസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തെ കെമിക്കലി ഫോം ചെയ്ത പദാർത്ഥങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം സിന്തറ്റിക് ഡ്രഗ്സ് ആണ് സിന്തറ്റിക് കാനബിനോയിഡ്സ് എന്ന് പൊതുവിൽ ഇൻഡസ്ട്രിയിൽ വിളിക്കുന്നത്. കഞ്ചാവിൽ അടങ്ങിയിട്ടുള്ള THC എന്ന് പറയും, ടെട്രാ ഹൈഡ്രോ കാനബിനോയിഡ്സ്. ഈ സാധനം നമുക്ക് കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം റിസ്ക് ഉണ്ട്. അതിൻ്റെ കൃഷി നടത്തണം, അതിനെ പരിപാലിക്കണം, അതിനെ ഹാർവെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ പകരം ഇതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള THC എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ കെമിക്കലി ലാബിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ
എങ്ങനെയിരിക്കും? അതാണ് ആക്ച്വലി സിന്തറ്റിക് ഡ്രഗ്സിൽ ഈ ഒന്നാമത്തെ കാറ്റഗറിയിൽ പെട്ട സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഞ്ചാവിന് പകരം ഫോം ചെയ്യുന്ന ഒരു കെമിക്കൽ ഡ്രഗ്സ് ആണെങ്കിൽ പോലും ഇത് കഞ്ചാവിനേക്കാൾ കൂടുതലായി എഫക്റ്റ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു കെമിക്കൽ ഡ്രഗ്സ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഇങ്ങനെയുള്ള കെമിക്കൽ ഡ്രഗ്സ്, ഈ കാറ്റഗറി 1ൽപ്പെട്ട കെമിക്കൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികളുടെ പ്രത്യേകതകൾ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇപ്രകാരമാണ്. അതായത് എല്ലാ കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ തയ്യാറുള്ള മനസ്സുള്ള കുട്ടികൾ. നമുക്ക് പല പ്രയാസങ്ങൾ ജീവിതത്തിൽ വരും, പല ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ ഉദ്ദേശിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ ആയ കാര്യങ്ങളായിരിക്കില്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ സമയത്തൊക്കെ ഇതിൽ നിന്ന് എനിക്ക് ഒളിച്ചോടണം, അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല, ഇത്തരം മനോഭാവത്തിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ നമ്മളുടെ റിയൽ പ്രശ്നങ്ങളിൽ നിന്ന് മാറിയിട്ട് നമ്മൾക്ക് മലയാള ഭാഷയിൽ പൊതുവെ പറയാറുണ്ട് ഹവേയിൽ നടക്കുക എന്ന് പറയും. അത്തരം കാറ്റഗറിയിൽ പെടുന്ന ഒരു കുട്ടികളാണ് ഈ കാറ്റഗറി 1ൽ പെടുന്ന സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നത്. അവർക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു മിഥ്യ ഫീലിംഗ് ആണ്, എല്ലാം ഒരു മിഥ്യയാണ്. അവർക്ക് ഒരു ഹാലുസിനേഷൻ ആയിട്ടുള്ള ഒരു മൈൻഡാണ് കുട്ടികളിലേക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് സിന്തറ്റിക് സ്റ്റിമുലേറ്ററുകൾ. എൻ്റെയും നിങ്ങളുടെയും സ്വഭാവം, നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ വികാരങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ഹോർമോണുകളാണ്. ഈ ഹോർമോൺ വേരിയേഷൻ അനുസരിച്ചാണ് നമ്മളുടെ മൂഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം, സങ്കടം, ഭയം, അതേപോലെ മറ്റുള്ള കാര്യങ്ങളുടെ ഒരു അഭിനിവേശം, ഇതൊക്കെ നമുക്ക് സൃഷ്ടിക്കുന്നത് ഇത്തരം ഹോർമോണുകളുടെ വേരിയേഷൻ കാരണമാണ്. നമുക്കറിയാം ഡോപ്പമിൻ ലെവൽ നമ്മുടെ മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ ലെവലിൽ മാറുന്നതിനനുസരിച്ച് കുട്ടികളുടെ സ്വഭാവ വ്യതിയാനങ്ങളും കൂടുതലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള സിന്തറ്റിക് സ്റ്റിമുലേറ്ററുകൾ ചെയ്യുന്ന പണി നമ്മളുടെ ഡോപ്പമിൻ ലെവലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, കെമിക്കലി സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്താണെന്നറിയോ? നമ്മളുടെ ബ്രെയിനിലുള്ള ഡോപ്പമിൻ്റെ അളവ് കൂട്ടിയിട്ട് നമുക്കൊരു ഹൈപ്പർ ആക്റ്റീവ് ഫീൽ ഇത് ഉപയോഗിക്കുന്ന ആളിലേക്ക് ഇത്തരം സിന്തറ്റിക് സ്റ്റിമുലേറ്ററുകൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. കെമിക്കലി മെത്താഫിറ്റമൈൻ, അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളുടെ ഭാഷയിൽ മെത്ത് എന്ന് ഉപയോഗിക്കുന്ന, അതേപോലെ തന്നെ മിയോ അല്ലെങ്കിൽ മയോ, ഇന്ന പല പേരുകളിൽ കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനിടയിൽ സുപരിചിതമായിട്ടുള്ള ഒരു പദാർത്ഥമാണ് ഈ സിന്തറ്റിക് സ്റ്റിമുലേറ്ററുകൾ. നമ്മൾ ഇതിനെ സിന്തറ്റിക് കൊക്കൈൻ എന്നും നമുക്ക് വിളിക്കാം. ഈ സ്റ്റിമുലേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഡോപ്പമിൻ ലെവലിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് നമ്മളെപ്പോഴും ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഉറക്ക ക്ഷീണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശരീരത്തിന് നമുക്കൊരു തളർച്ച അനുഭവപ്പെടില്ല. നമുക്ക് എന്തിനും ആക്റ്റീവായി നിൽക്കാൻ പറ്റുന്നുള്ള ഒരു ഫീലിംഗ് ആണ് കുട്ടികളിലെ ഈ മെത്തിലേക്കും മിയോയിലേക്കും മയോയിലേക്കൊക്കെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത് ഇപ്പം റീസെൻ്റ് ആയിട്ട് വരുന്ന പല കേസുകളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നൊരവസ്ഥ, ഈ പരീക്ഷാ കാലഘട്ടങ്ങളിൽ ഇത്തരം സിന്തറ്റിക് സ്റ്റിമുലേറ്ററുകൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്. കാരണം രാത്രി പുലരുവോളം പഠിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു എനർജി കുട്ടികൾക്ക് എപ്പോഴും നിറഞ്ഞു നിന്ന് അവർക്ക് നാളത്തേക്കുള്ള എക്സാം പഠിക്കാൻ ഇന്ന് പല കുട്ടികളും ഈ സിന്തറ്റിക് സ്റ്റിമുലേറ്ററുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളിൽ ഒന്നാണ്. ഇത്തരം ഡ്രഗ്സുകൾ ഒന്നും ഉപയോഗിക്കാത്ത സാധാരണക്കാരായ കുട്ടികളെയും ചെറുപ്പക്കാരെയും പോലും ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഈ ഒരു ഘടകമാണ്. അതായത് എപ്പോഴും നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യും, നമുക്ക് എപ്പോഴും വൈബ്രൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും, നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു തളർച്ചയോ ക്ഷീണമോ ഒന്നും ഇല്ലാതെ നമ്മുടെ ബോഡിയെ നമുക്ക് ഫുൾ സെറ്റായിട്ട് നിർത്താൻ പറ്റുമെന്ന് പറയുന്ന ഒരു പ്രലോഭനത്തിലേക്ക് നമ്മുടെ മക്കൾ അറിയാതെ വഴുതി പോവുകയാണ്. പക്ഷേ ഇത്തരം സിന്തറ്റിക് സ്റ്റിമുലേറ്ററുകൾ നമ്മുടെ ബോഡിക്കും നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന അപകടങ്ങൾ അതിഭീകരമാണ്. അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു കെൽപ്പ്, അതിനെക്കുറിച്ചുള്ള ബോധമോ മറ്റു കാര്യങ്ങളോ അല്ല, മറിച്ച് മനസ്സിനുള്ളിൽ ഞാൻ എന്ത് വിചാരിക്കുന്നു അത് ചെയ്യാനുള്ള ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്ന പല പാർട്ടികളിലും എക്ടാസി, മിയോ ആൻഡ് മിയോ എന്ന് പറയുന്ന പല പേരുകളിലും ഈ സിന്തറ്റിക് സ്റ്റിമുലേറ്ററുകൾ ഇന്ന് സുലഭമായി ലഭിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാറ്റഗറിയാണ് സിന്തറ്റിക് ഹാലൂസിനേജനുകൾ. LSD സ്റ്റാമ്പ് കേട്ടിട്ടുണ്ടാവുമല്ലോ പലരും, അല്ലേ? പല വാർത്തകളിലും പല കുട്ടികളെടുക്കുന്ന പിടിച്ച സ്റ്റാമ്പുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. LSD, NBOMI, PCP, ഏഞ്ചൽ ട്രസ്റ്റ്, ഇങ്ങനെയുള്ള പല പേരുകളിലും അറിയപ്പെടുന്ന ഇത്തരം സിന്തറ്റിക് ഹാലൂസിനേജനുകൾ ചെയ്യുന്ന പണി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പേര് പോലെ തന്നെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ മനസ്സിനെ ഒരു ഹാലൂസിനേഷൻ ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട സിന്തറ്റിക് ഡ്രഗ്സ് ചെയ്യുന്നത്. അവരെ റിയലായിട്ടുള്ള പല
സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് അവർ വേറെ തന്നെ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടുപോവാണ്. ചിലരൊക്കെ ഈ കാറ്റഗറിയിൽപ്പെട്ട സിന്തറ്റിക് ഡ്രഗ്സിനെ സ്പിരിച്വൽ ഡ്രഗ്സ് എന്നും പറയാറുണ്ട്. അതായത് നമ്മളുടെ ബോഡിയിൽ നിന്ന് മാറി മനസ്സിനൊരു ഉന്മാദമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഡ്രഗ്സ് ആയതുകൊണ്ട് ഇതിനെ നമ്മളൊരു സ്പിരിച്വൽ ഡ്രഗ്സ് എന്നും ഓമന പേരിട്ട് വിളിക്കാറുണ്ട്. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഒരു 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 ഇമാജിനേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അതിശയകരമായിരിക്കും, ഒരു ഫാൻറ്റസി ഫീലിംഗ് ആയിരിക്കും. അവർക്ക് മരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതൊരു നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതോ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നുമില്ല. മരണത്തെ പോലും ഒരു ഉന്മാദമായ അവസ്ഥയിലേക്ക് കാണുന്ന, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത്, മരണം, മറ്റുള്ളവരെ കൊല്ലുന്നത്, ഇതൊക്കെ അവരൊരു ഉന്മാദാവസ്ഥയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അതൊക്കെ ചെയ്യുന്നത് നമുക്ക് നല്ലതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇത്തരം കാറ്റഗറി 3യിൽപ്പെട്ട ഒരു ഉന്മാദാവസ്ഥയിലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരം ഉപയോക്താക്കൾക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ കൗമാരക്കാരായ കുട്ടികളൊക്കെ പാട്ട്, ഡാൻസ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളൊക്കെ അതൊക്കെ എൻജോയ് ചെയ്യുന്നവരാണ്. പക്ഷേ ഇതിനൊരു ഉന്മാദാവസ്ഥ ഉണ്ട്. കൂടുതൽ സമയം ഡാൻസ് ചെയ്യുക, കൂടുതൽ സമയം പാട്ട് പാടുക, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വേറെ തന്നെ ഒരു മായിക ലോകത്തിലേക്ക് നമ്മളുടെ എല്ലാ ഫീലിങ്ങിനെയും കൊണ്ടെത്തിക്കുക. ഇത്തരം ഒരു ഉന്മാദാവസ്ഥയിലേക്ക് പോകുന്ന കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളാണ് കൂടുതലായിട്ട് ഈ LSD സ്റ്റാമ്പുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. 4ാമത്തെ കാറ്റഗറിയാണ് സിന്തറ്റിക് ഓപ്പിയോയിഡുകൾ. എന്താണ് സിന്തറ്റിക് ഓപ്പിയോയിഡുകൾ? നമ്മൾക്കറിയാം, ഇന്ന് മെഡിക്കൽ സയൻസിൽ വേദന അല്ലെങ്കിൽ വേദന സംഹാരികളായിട്ട് പല തരത്തിലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പല വകഭേദങ്ങളാണ് ഈ സിന്തറ്റിക് ഓപ്പിയോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത്. കഞ്ചാവിനേക്കാൾ, ഹെറോയിനേക്കാൾ 50 മടങ്ങും 100 മടങ്ങും കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ മാരക ശക്തിയുള്ള ഇത്തരം വേദന സംഹാരികൾ, അല്ലെങ്കിൽ ഇത്തരം വേദന മയക്കുമരുന്നുകൾ, സംഹാരികളായിട്ടുള്ള മയക്കുമരുന്നുകൾ, ഇത് ഇന്നത്തെ ന്യൂ ജനറേഷനിടയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പല ഉദ്യോഗ തലങ്ങളിലുള്ള ആളുകളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലുള്ള മനസ്സിന് ഉണ്ടാകുന്ന ചില വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മാറും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രേരണയിലാണ് ഇന്നത്തെ പല ജനറേഷനും ഈ കാറ്റഗറി 4ൽപ്പെട്ട ഈ സിന്തറ്റിക് ഓപ്പിയോയിഡുകളിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള നാച്ചുറൽ ഡ്രഗ്സ് ആയിട്ടുള്ള ഹീറോയിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇത്തരം കെമിക്കൽ ഡ്രഗ്സുകൾ, അതായത് സിന്തറ്റിക് ഓപ്പിയോയിഡുകൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഹെറോയിനേക്കാൾ 50-100 മടങ്ങാണ് അതിൻ്റെ സംഹാര ശക്തി എന്നുള്ളത് അതിഗൗരവതരമായ കാര്യമാണ്. ഇതിനൊക്കെ പുറമെ, ഈ 4 കാറ്റഗറിയിൽ ഇല്ലാത്തതിന് പുറമെ, ഫ്ലാക്ക, ക്രോക്കഡൈൽ എന്നൊക്കെ പറയുന്ന പുതിയ പുതിയ രാസപരിണാമങ്ങൾ സംഭവിച്ച കെമിക്കൽ ഡ്രഗ്സ് നമ്മുടെ നാട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഭീകരമായൊരു സത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് മറന്നുകൂടാ. പല ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള പല പ്രേരണകൾ കൊണ്ട് ഒരു തവണ യൂസ് ചെയ്ത് നോക്കാം, എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ തിരിയണമല്ലോ, ഇത് നമുക്ക് പറ്റില്ലെങ്കിലും വിടാം, ഇങ്ങനെ ഒരു ചിന്താഗതിയിലാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇത്തരം ഈ കെമിക്കൽ ഡ്രഗ്സിലേക്ക് അഡിക്റ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത്. പക്ഷേ ഈ കെമിക്കൽ ഡ്രഗ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഇതിൻ്റെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഡോസേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം അതിൻ്റെ ഒരു അടിമയാക്കിയിട്ട് നമ്മളെ മാറ്റാൻ കപ്പാസിറ്റി ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സിനുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മുടെ നാട്ടിൽ ഭരണകൂട സംവിധാനങ്ങളുണ്ട്, വിവിധ തരം പാർട്ടികളുണ്ട്, യുവജന സംഘടനകളുണ്ട്, മറ്റ് സമൂഹത്തിന് ദിശാബോധം നൽകുന്ന ഒരുപാട് ഔദ്യോഗികവും അനൗദ്യോഗികവുമായ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ലഹരി മാഫിയകളെ നമുക്ക് നിലക്ക് നിർത്താൻ കഴിയാത്തത് എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ്. നമ്മൾ ഇത്തരം പല വാർത്തകൾ കാണുമ്പോൾ അതങ്ങനെയാക്കണം, ഇങ്ങനെയാക്കണം, അല്ലെങ്കിൽ കുട്ടികളെ അത് പഠിപ്പിക്കണം, ഇത് പഠിപ്പിക്കണം എന്നൊക്കെ നമ്മൾ പറയും. കഞ്ചാവ് മാഫിയയെ നമ്മൾ പൂട്ടണം എന്നൊക്കെ പറയും. പക്ഷേ പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത്തരം മാഫിയകളെ ഒരു കാലത്തും നമുക്ക് നിലക്ക് നിർത്താൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. കേരളത്തിൽ മുമ്പ് സ്പിരിറ്റ് നിരോധിച്ചിരുന്നു. ആ സ്പിരിറ്റ് നിരോധിച്ചതിന് ശേഷം അതിൻ്റെ സോഴ്സിൽ പോയിട്ട് ആ സോഴ്സ് അടക്കം നമ്മുടെ അധികാരികൾ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനുശേഷം സ്പിരിറ്റിൻ്റെ ഒഴുക്ക് കേരളത്തിലേക്ക് ഗണ്യമായി കുറയുകയും ചെയ്തു. നമുക്കറിയാം, ഈ നാച്ചുറൽ ഡ്രഗ്സ് അതിനെ നമുക്കൊരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും. കാരണം ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്ത്, കൃഷി ചെയ്ത്, പ്ലാന്റ് ചെയ്തിട്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുക വഴി നമുക്ക് കഞ്ചാവ്, ഹെറോയിൻ, കൊക്കൈൻ, അല്ലെങ്കിൽ ഒപ്പിയം തുടങ്ങിയ ചെടികളൊക്കെ നശിപ്പിച്ചുകൊണ്ട് നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ ഒരിക്കലും നമുക്ക് സിന്തറ്റിക് ഡ്രഗ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ ഒരു വകഭേദം, ഒരു കെമിക്കൽ ഡ്രഗ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയി. പിന്നീട് ഗവൺമെൻറ് അതിനെ കണ്ടെത്തി, അതിനെ നിരോധിച്ചു. പക്ഷെ തൊട്ടടുത്ത് തന്നെ
വേറെ തരത്തിൽ ഇതിൻ്റെ വകഭേദം ഈസി ആയിട്ട് റീഫോം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഇത് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇനി ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബൈ ലീഗലി ഇതിനെ നിരോധിക്കാൻ ഒരുപാട് ടൈം എടുക്കും. അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒരുപാടാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അടുത്ത വകഭേദം ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. സോ സിന്തറ്റിക് ഡ്രഗ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്, നമുക്ക് മാർക്കറ്റ് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി പ്രോസസ്സ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഗവൺമെൻറ് തലത്തിൽ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിൻ്റെതായാലും അന്താരാഷ്ട്ര ലെവലിലായാലും ഇതിനെ കെമിക്കൽ ഡ്രഗ്സിനെ നിയന്ത്രിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ് MDMA. അതൊരു ബാൻ ചെയ്തിട്ടുള്ള ഒരു ലഹരിയാണ്, അല്ലേ? നിരോധിക്കപ്പെട്ടതാണ്. ഈ MDMA നിരോധിച്ചതിൻ്റെ തൊട്ട് പിറകെ തന്നെയാണ് MDA എന്ന് പറയുന്നത്. ഈ MDMA ഒന്ന് കെമിക്കലി റീഫോം ചെയ്തിട്ട് MDA എന്ന് പറഞ്ഞ പുതിയൊരു മയക്കുമരുന്ന് ഇവിടെ ഇറങ്ങിയത്. ഇനി MDA നിങ്ങൾ നിരോധിക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും പേരിൽ അതിൻ്റെ വേറൊരു ചെറിയൊരു ഫോർമേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, കെമിക്കൽ ഫോർമുല ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മയക്കുമരുന്നായിട്ട് അത് മാറും. ഇങ്ങനെ നമുക്ക് എത്രത്തോളം നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഈസി പ്രോസസ്സ് അല്ല. നമ്മൾക്ക് ഇതിനെ നിയന്ത്രിക്കാൻ സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി പ്രോസസ് എന്നാണ് അതിൻ്റെ ബേസിക്കലായിട്ടുള്ള ആൻസർ. LSD സ്റ്റാമ്പ് ഇവിടെ ബാൻ ചെയ്തപ്പോൾ പകരം വന്നത് NBOME എന്ന് പറയുന്ന സിന്തറ്റിക് LSD ആണ്. അപ്പോൾ ഇതേപോലെ നിരവധിയായിട്ടുള്ള നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പല പേരുകളും നിരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പകരം വരാൻ തയ്യാറായി അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള ഒരുപാട് കെമിക്കൽ ഡ്രഗ്സ് ബാക്കിൽ ക്യൂ ചെയ്ത് നിൽക്കുകയാണ്. ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് നിയന്ത്രിക്കാൻ കഴിയാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം, ഇതിൻ്റെ ഇടപാടുകൾ മുഴുവൻ നടക്കുന്നത് ഡാർക്ക് വെബിലാണ്, അല്ലെങ്കിൽ ക്രിപ്റ്റോ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല ഇടപാടുകളിലൂടെയാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ തലത്തിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ കണ്ണിലോ ഇതൊന്നും ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പെടാനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമാണ്. ഇത്തരം ഹിഡൻ ആയിട്ടുള്ള അനോണിമസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളെ ട്രേസ് ചെയ്യുന്നതിന് നമുക്ക് ഇന്നത്തെ സംവിധാനങ്ങളിൽ ഒരുപാട് പോരായ്മകളുണ്ട്. സാധാരണഗതിയിൽ ഇതെല്ലാം നമ്മുടെ സമുദ്രത്തെ കാണുന്ന പോലെയാണ്. മുകളിൽ ശാന്തമാണ്, പക്ഷെ അതിനുള്ളിലുള്ള ചുഴി അത്രയും വലുതാണ്. മൂന്നാമത്തെ കാരണം, ഇത്തരം കെമിക്കൽ ഡ്രഗ്സ് വന്നതോടുകൂടി ഇതിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഉയർന്ന ലാഭമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ തീവ്രത അല്ലെങ്കിൽ വ്യാപാരത്തിൻ്റെ രീതി എന്ന് പറയുന്നത് വലിയ ചെയിൻ നെറ്റ്വർക്കുകളാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത്തരം വലിയ ലാഭം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ നിരവധി പേർ തയ്യാറായി വരികയാണ്. അല്ലെങ്കിൽ വലിയ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളേറെ വൻകിടക്കാരായ ആളുകൾ ഇത്തരം പദ്ധതികൾക്ക്, ഇത്തരം കെമിക്കൽ സിന്തറ്റിക് ഡ്രഗ്സിന് പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതും നാലാമത്തെ കാരണം, ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് നിയന്ത്രിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, എല്ലാ നാടുകളിലും NDPS നിയമങ്ങളുണ്ട്. ഓരോ രാജ്യത്തും വ്യത്യസ്തമായ കാറ്റഗറികളാണ്. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പല പദാർത്ഥങ്ങളും ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിരോധിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം NDPS നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഓരോ കെമിക്കൽ ഡ്രഗ്സും പുറത്തു വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് പഠിക്കണം, അതിൻ്റെ ഇമ്പാക്റ്റുകൾ പഠിക്കണം, അതിൻ്റെ കെമിക്കൽ ഫോർമേഷൻ പഠിക്കണം, അതെന്തുകൊണ്ട് നിരോധിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കണം, അതിന് നിയമനിർമ്മാണം നടത്തണം. ഇത്തരം പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്ക് ഈ നിരോധിക്കപ്പെടാൻ പോകുന്നതിൻ്റെ പുതിയ വകഭേദങ്ങൾ മാർക്കറ്റിൽ റെഡിയായിരിക്കും. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പരിമിതിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തത് കെമിക്കലി ഫോം ചെയ്യുന്ന പല സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചും അതിൻ്റെ വകഭേദങ്ങളെക്കുറിച്ചും അത് നിയന്ത്രിക്കുന്നതിലുള്ള പോരായ്മകളെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങളെ ഇല്ലാതാക്കാനും നമുക്ക് നിരവധി മാർഗങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നു വരുന്ന പല പരിപാടികളും അത് പ്രഹസനങ്ങളായി മാറുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. ബോധവൽക്കരണ ക്യാമ്പുകൾ നല്ലതാണ്, സെമിനാറുകൾ നല്ലതാണ്, മറ്റു തരത്തിലുള്ള ഒരുപാട് സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ സിനിമാ താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന പല തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഒക്കെ നല്ലതാണ്, അവയർനെസ് പ്രോഗ്രാമുകളും നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഗുണഫലം, അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഫ്യൂ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ വളരെ വിരലിലെണ്ണാൻ പറ്റുന്ന റിസൾട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിലൂടെ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് വളരെ ദുഃഖകരമായ ഒരവസ്ഥയുമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, പിന്നെ എന്താണ് വഴി, എന്ത് ചെയ്യും, ഇത്തരം ലഹരി ഭീകരതയെ നമുക്ക് എങ്ങനെ മറികടക്കാം? എല്ലാവർക്കും ഒരുപോലെ ആശങ്കയുള്ളൊരു ചോദ്യമാണ്. അതിന് ഞങ്ങൾ ഒരു ഒറ്റ ഉത്തരമേ നിങ്ങളോട് പറയാനുള്ളൂ. അത് നമ്മുടെ മക്കളെ, ഇന്നത്തെ ന്യൂ ജനറേഷനെ, നാളത്തെ ഈ നാടിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന പൗരന്മാരെ, അവരെ ഇത്തരം പ്രതിസന്ധികളും ഇത്തരം ഭീകരതയ്ക്കെതിരെ പ്രാപ്തരാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിനെതിരെ നിലകൊള്ളാനുള്ള ഒരു പ്രാപ്തി നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയെന്നല്ലേ, അതിന് നമുക്ക് ഉത്തരവുണ്ട്. നിരവധിയായ പ്രലോഭനങ്ങൾ നമ്മളുടെ മക്കൾക്ക് ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായം അതാണ്.
ഏതൊരു കാര്യവും പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രായമാണ്. ഈ പൊട്ടിത്തെറിക്കുന്ന പ്രായത്തെ ഉപയോഗപ്പെടുത്താനും ചൂഷണം ചെയ്യാനും വൻ ശക്തികൾ ഈ മക്കളുടെ ചുറ്റും പാറി നടക്കുന്നുണ്ട്. അത്തരം ശക്തികളെ തിരിച്ചറിയാനും എൻ്റെ ജീവിതത്തിലെ ശരി എന്താണ്, തെറ്റെന്താണ്, ഞാൻ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ പൊസിഷനിങ് എന്താണ്, ഇതൊക്കെ അറിയാൻ പാകത്തിലുള്ള ഒരു ജനറേഷൻ ഇവിടെ ബിൽഡപ്പ് ചെയ്താൽ മാത്രമേ ഇത്തരം മുഴുവൻ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. കുട്ടികൾക്ക് ആദ്യം വേണ്ടത് സ്വയം പര്യാപ്തതയാണ്. അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കപ്പാസിറ്റിയാണ്. ഏത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ആ ഒരു തിരിച്ചറിവും വിവേകബോധവുമാണ്. ഇതൊക്കെ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കൃത്യമായ ട്രെയിനിങ് വേണം, കൃത്യമായ ഒരു മെൻറ്റർഷിപ്പ് കുട്ടികൾക്ക് വേണം. അതിനുവേണ്ടിയാണ് വെൽമെൻറ്റ് ഇന്നിവിടെ നിൽക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ 360 ഡിഗ്രി പേഴ്സണലൈസ്ഡ് കണ്ടിന്യൂസ് അഡോൾസെൻ്റ് മെൻറ്റർഷിപ്പ് പ്ലാറ്റ്ഫോമായ വെൽമെൻറ്റ് നിങ്ങളുടെ മക്കളുടെ എല്ലാ തരത്തിലുള്ള വികാസവും മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും ഉൾക്കൊള്ളിച്ചാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു വെൽമെൻറ്റ്, ട്യൂണിങ് ദ ഫ്യൂച്ചർ. താങ്ക് യു.